ഇതിൽ മറ്റ് കഥാപാത്രങ്ങളോടും ഞാൻ പ്രധാന കഥാപാത്രങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അത് കഥ പറയുന്നതിന് കേൾക്കുന്നതിൽ കൂടുതൽ സൗകര്യമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ രണ്ട് കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂരനാണ്. അടുത്ത് ഞാൻ പരിചയപ്പെടുത്ത വെനീസുകാരൻ ചെറുപ്പക്കാരനാണ്. അവന്റെ പേരാദ്യം ഞാൻ പറയാം. അവന്റെ പേര് കാഷ്യൂ. കല്യാണം കഴിച്ചിട്ടില്ലാത്ത യുവാക്കൾ വല്ലതുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ പോയി കല്യാണം കഴിക്കണം. അപ്പോൾ ചില ഉത്സവപ്പറമ്പിലേക്ക് പറയുമ്പോൾ ചിലർ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ സാറെന്താ ഗവൺമെൻറ് മേടിപ്പിക്കുന്ന നടക്കണം അല്ല, ഇറങ്ങുമ്പോൾ അറിയാം അതിൻ്റെ പാട് അല്ലേ. കല്യാണം കഴിക്കാൻ നമ്മൾ പുരുഷന്മാർ അങ്ങനെ തീരുമാനമെടുക്കുന്നവരെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുന്നിടത്തെല്ലാം കഴിഞ്ഞു. നമ്മുടെ ജംഗ്ഷൻ റോഡിയൊന്നും അവിടെ ഓഫീസിൽ റെയിൽവേ സ്റ്റേഷനിൽ എന്തുകൊണ്ട് ബോട്ടിയെട്ടിൽ എവിടെ നോക്കിയാലും ഒന്ന് പെണ്ണിൻ്റെ അയ്യേരി ഇടയാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കും നമ്മൾ പെണ്ണ് കാണാനായിട്ട് ഇറങ്ങുകയാണ്. ചെന്നു പോകാനായി മറ്റു കാറിൽ കയറി യാത്ര പുറപ്പെടാൻ ഭാവിക്കുമ്പോൾ കിഴക്കേ വീട്ടിലെ മുക്തി. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടി വരെ പോവുക. എന്താ കാര്യം? പെണ്ണിനെ കാണും. ഓ വളരെ എന്നും പെണ്ണില്ലാത്തത് കൊയിലാണ്ടിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പെണ്ണുള്ള അന്വേഷിച്ചപ്പോ ചുറ്റുപാടൊന്നും അത്ര വെള്ളമില്ല. ചുറ്റുപാടൊന്നും വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ നല്ല ചുറ്റുപാട്, നല്ല ബന്ധുക്കളെല്ലാം കൊള്ളാം. അന്വേഷിച്ച് കൂടുതൽ തുണി വേണ്ട, അരമീറ്റർ തുണി മതി. കത്രികയോളം അവരുടെ കൈ കിട്ടാം. ഒരു അവതാരിക ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ കാണുന്നില്ല. അവിടെ ചില ദിവസങ്ങളിൽ വന്നാൽ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ ചില പുറത്തൊക്കെ നമ്മളെ കേട്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളെ ടെലിവിഷൻ നടക്കും. ടെലിവിഷൻ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കഥാപ്രസംഗം ആരംഭിച്ചിട്ട് അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിൽ വെച്ചിട്ട് വടകര എഫാസ് കഥാപ്രസംഗം ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കുകയാണ്. കഥാപ്രസംഗത്തിന് വളരെയധികം പ്രശസ്തനായിട്ടുള്ള കേരളത്തിലെ ഖാദികൻ